സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ എന്താ, മഴക്കാലമൊക്കെ കഴിഞ്ഞു, വേനൽക്കാലം തുടങ്ങി, തുലാമാസം കഴിഞ്ഞു അല്ലേ. നല്ല വേനലായി. നമുക്കിനി ചെറിയ തൈകൾ 2-3 വർഷമായിട്ടുള്ള തൈകൾക്കൊക്കെ പ്രത്യേകം പരിരക്ഷ കൊടുക്കണം. എന്നാലേ അവർ ഈ വേനൽ അതിജീവിക്കുള്ളൂ. നല്ല ചൂടാ വരാൻ പോണ, മഴക്കാലം കുറവായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ഈ വർഷം വെച്ചിട്ടുള്ള തെങ്ങിൻ തൈകളാണ് കേട്ടോ അതൊക്കെ. തെങ്ങിൻ തൈകളും മറ്റ് ഫലവൃക്ഷ തൈകളൊക്കെയാണ്. നമ്മളിപ്പോൾ ഇതിന് പൊതയിട്ടിരിക്കുകയാണ്. പൊതയിട്ടിരിക്കുന്നത് നമുക്ക് കരിയിലയോ തെങ്ങിൻ്റെ പട്ടയോ അങ്ങനെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞങ്ങളിട്ടിരിക്കുന്നത് തേങ്ങയുടെ ചകിരി തൊണ്ടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈ വർഷം തുടക്കത്തിൽ മഴക്കാലം തുടങ്ങിയപ്പോൾ വെച്ചിട്ടുള്ള തൈകളാണ്. കവുങ്ങും തൈയും ഇൻ്റർസി മംഗളയാണ് കേട്ടോ ഇതെല്ലാം. കുള്ളം കവുങ്ങാണ്. പിന്നെ തെങ്ങിൻ തൈ കണ്ടത് അന്നൂർ കുള്ളനാണ്. കണ്ണൂരിൽ നിന്ന് വരുത്തിയിട്ടുള്ള അന്നൂർ കുള്ളൻ വർഗത്തിൽപ്പെട്ട ഹൈബ്രിഡ് തെങ്ങിൻ തൈകളാണ്. അപ്പോൾ ഈ വർഷം എന്തായാലും നല്ല ചൂടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. വേനൽ മഴ എത്രത്തോളം കിട്ടും എന്നറിയില്ല. അപ്പോൾ ചെയ്യാത്തവർ, പുതയിടാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെറിയ തൈകളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇടാൻ ശ്രമിക്കുക. വേനലിന് നല്ല വേനലല്ലേ വരാൻ പോകുന്നു, ചൂടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പുതയിട്ട് കഴിഞ്ഞാൽ ഇതിന് താഴെയുള്ള ഈർപ്പം കുറേയൊക്കെ നിലനിർത്തും അത്. ഇപ്പോൾ നമ്മൾ നനയ്ക്കുകയാണെങ്കിലും ഇനി ഇടയ്ക്കൊരു മഴ കിട്ടുകയാണെങ്കിലും ആ നനവ് കുറച്ച് കാലം നിൽക്കും അവിടെ, നേരിട്ട് വെയിൽ അടിക്കാത്ത കാരണം. അപ്പോൾ അതിൻ്റെ ഒരു നനവും തെങ്ങിനുള്ള വളർച്ചയും ഉണ്ടാവും. വളർന്നിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വേനൽക്കാലത്ത് പറ്റാവുന്നവർ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഇതൊക്കെ നമ്മുടെ വാഴത്തൈകൾ കേട്ടോ. എല്ലാ ഈ വർഷം വെച്ചിട്ടുള്ള തൈകളാണ് മഴക്കാലത്ത്. പിന്നെ കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. പയർ കൃഷിയാണ്. ഇതെല്ലാം തീർന്നു തുടങ്ങിയപ്പോൾ, അവസാനമായി തുടങ്ങി. കുറച്ച് വെണ്ട തൈകളും പിന്നെ മത്തനും അങ്ങനെ കുറച്ച് തൈകളും പച്ചക്കറിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞു തുടങ്ങി. മത്തൻ്റെ വള്ളി നന്നായിട്ട് വളരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ പുതയിടേണ്ട കാര്യം എല്ലാവരും ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.